കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിന് സ്തുതി. സഹോദരൻ ജോയ് തോമസിന്റെ സന്ദേശങ്ങളിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ വിശുദ്ധന്മാരെ, ഇന്നത്തെ ഈ പ്രഭാത ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ നാം കാണുന്നു. ഇവിടെ സഭയെ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനു മുമ്പ് 19 അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. തുടർന്ന് 21, 22 അധ്യായങ്ങളിൽ മണവാട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുവിന്റെ മണവാട്ടിയെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുമ്പ് 17, 18 അധ്യായങ്ങളിൽ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നു. ആ സ്ത്രീയെക്കുറിച്ച് ചില കാര്യങ്ങൾ ഈ രാവിലെ സമയം നമുക്ക് ചിന്തിക്കാം. ഈ സ്ത്രീ ഒരു കന്യകയായ സ്ത്രീയല്ല. 2 സ്ത്രീകളിലും ധാരാളം സമാനതകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും അവർ വളരെ വ്യത്യസ്തരായിട്ടുള്ളവരാണ്. 17, 18 അധ്യായങ്ങൾ വായിക്കുമ്പോൾ മർമ്മം, മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പല കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബാബിലോൺ ഒരു മർമ്മമാണ്. ഇന്ന് ബാബിലോണിനെ കുറിച്ച് പലർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത കാരണം അതാണ്. സഭ ഒരു മർമ്മമാണെന്ന് വചനം പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് അനേകർക്ക് ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുപോലെ ബാബിലോണിന്റെ മർമ്മവും പലർക്കും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതിനാൽ പലരും അവളാൽ വശീകരിക്കപ്പെട്ട് അവളുടെ ബന്ധനത്തിലാണുള്ളത്. പലരും ആ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നു. എങ്കിലും ആ ബന്ധനത്തിലാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം അതൊരു മർമ്മമാണ്. ദൈവത്തിന് മാത്രമേ അത് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിയൂ. അതൊരു രഹസ്യമാണ് എന്ന് നാം ഓർക്കണം. അതുകൊണ്ട് അതിനെ ഗ്രഹിക്കുവാൻ നാം നമ്മുടെ സ്വാഭാവിക ബുദ്ധിയെ ഉപയോഗിക്കരുത്. ദൈവം നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോട് ഒരു ശത്രുത നമ്മുടെ ജഡീക മനസ്സിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആകയാൽ നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ആത്മാവിൽ അതിനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുകയുള്ളൂ. വെളിപ്പാട് പുസ്തകം 17 അധ്യായം 1 നിന്ന് വായിക്കുമ്പോൾ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തിയിലിരിക്കുമ്പോൾ തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ളൊരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടും ചുവപ്പും നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം, മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതി. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്ന് കാണുന്നു. ഇവിടെ മർമ്മം, മഹദിയാം ബാബിലോണിനെ കുറിച്ച് ചില കാര്യങ്ങൾ നാം വായിക്കുന്നു. ബാബിലോൺ എന്ന സ്ത്രീ വ്യാജ സഭയെ കുറിക്കുന്നു എന്ന് നമുക്കറിയാം. 17, 18 അധ്യായങ്ങളിൽ ബാബിലോണിനെ അഥവാ വ്യാജ സഭയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ കാണുന്നുണ്ട്. ദൈവം ഈ സ്ത്രീക്ക് ഇത്രയധികം എതിരായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാബിലോൺ എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ബാബിലോണിന്റെ തത്വം എന്താണ്? എന്നിങ്ങനെ ചില കാര്യങ്ങളെ കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇത് കാണുന്നതിന് ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കണമേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഈ ബാബിലോൺ എന്ന പേര് ബാബേലിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായത്തിൽ നാം അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അത് നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ഭാഗമാണ്. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേര് ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. ആകാശത്തോളം അഥവാ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം,
അവർ പണിയാൻ തുടങ്ങിയതായി നാം ഇവിടെ കാണുന്നുണ്ട്. ദൈവത്തെ സമീപിക്കാനുള്ള മനുഷ്യന്റെ പരിശ്രമത്തെയാണ് ബാബേൽ കുറിക്കുന്നത്. അവർ എങ്ങനെ ആ ഗോപുരം പണിയാൻ തുടങ്ങി എന്ന് നമുക്കറിയാം. ബാബിലോണിന്റെ തത്വം മനുഷ്യൻ തന്റെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും ദൈവത്തെ സമീപിക്കാനുള്ള പരിശ്രമത്തെയാണ് കുറിക്കുന്നത്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്താൻ അവർ ആഗ്രഹിക്കുന്നു എന്നതായിരുന്നു അതിന്റെ തത്വം. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്താൻ അവർ ആഗ്രഹിച്ച് ആ ഉദ്ദേശത്തെ നിറവേറ്റുവാൻ അവർ ഇഷ്ടികകൾ വാർത്ത് അതുകൊണ്ട് ഈ ഗോപുരം പണിയാൻ തുടങ്ങി. കല്ലുകൾ ദൈവനിർമ്മിതമാണ് നമുക്കറിയാം. അതേസമയം ഇഷ്ടികകൾ മനുഷ്യനിർമ്മിതമാണ് എന്ന് നമുക്ക് ഓർക്കാം. ഇതിലെല്ലാം നമുക്ക് ബാബിലോണിന്റെ തത്വങ്ങൾ കാണാൻ പറ്റും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്താൻ അവർ ആഗ്രഹിച്ചു. ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മനുഷ്യനിർമ്മിത വസ്തുക്കളെ ഉപയോഗിക്കുവാൻ അവർ ആഗ്രഹിച്ചു. അത് മനുഷ്യന്റെ ഉൽപ്പന്നത്താലും മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാലും നിർമ്മിതമായിരുന്നു. ആകയാൽ ബാബിലോൺ എന്നത് മനുഷ്യൻ തന്റെ സ്വന്തം ശക്തിയിൽ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുന്നതിനായി പണിയാൻ ശ്രമിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. അത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് സ്വന്തം കഴിവിലും കണ്ടുപിടുത്തത്തിലും ശക്തിയിലും പരിശ്രമിക്കുന്ന മനുഷ്യന്റെ പ്രവൃത്തിയെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അത് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അത് മനുഷ്യന്റെ മനസ്സിനെയും ജ്ഞാനത്തെയും കുറിക്കുന്നതാണ്. അതിനാൽ ഇന്ന് അത് വ്യാജ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി നാം കാണുന്നു. അത് ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമമുള്ളവരും എന്നാൽ പരിശുദ്ധാത്മാവിനെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തവരുമായ ആളുകളെ കുറിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അധികാരവും പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ അവർ അനുവദിക്കുന്നില്ല. തങ്ങളുടെ ജീവിതത്തിൽ അവർ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശവും സഹായവും അവർ തേടുന്നതുമില്ല. എന്നാൽ നമ്മിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ആഴമായ ശക്തമായ ഒരു പ്രവൃത്തി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.